Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. ജനങ്ങളുടെ കരുത്തിനു മുന്നിൽ ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിനും നിലനിൽപ്പുണ്ടാവില്ലെന്ന് സ്പീക്കർ എൻ ഷംസീർ. ജനാധിപത്യത്തെ അംഗീകരിക്കാത്ത ഭരണകൂടത്തിന് ഇന്ത്യൻ ജനങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും എൻ ഷംസീർ. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയും കുടുംബശ്രീ CDSനെതിരെയും പ്രതിഷേധവുമായി ചെറുപുഴ പുളിങ്ങോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ. പ്രതിഷേധ സദസ്സ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലാ ശുചിത്വ മിഷൻ കണ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ യൂത്ത് മീറ്റ്സ് ഹരിതകർമ്മസേന ക്യാമ്പയിൻ മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പരവന്തട്ട ഉദയ സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച M. നാരായണൻ സ്മാരക ഉത്തരമേഖല വോളിബോൾ ടൂർണമെന്റ് സമാപിച്ചു. ടൂർണമെന്റിൽ യങ് സ്റ്റാർ മാതമംഗലത്തെ പരാജയപ്പെടുത്തി ജോളിക്കാനായി ജേതാക്കളായി. വാർത്തകൾ വിശദമായി. ജനങ്ങളുടെ കരുത്തിന് മുന്നിൽ ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിനും നിലനിൽപ്പുണ്ടാകില്ലെന്ന് സ്പീക്കർ എൻ ഷംസീർ. കടന്നപ്പള്ളി കിഴക്കേക്കര നവകേരള വായനശാല ഗ്രന്ഥാലയത്തിന്റെ കെട്ടിടോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. ചോദ്യം ചോദിക്കുന്നവരെ വെടിവെച്ച് കൊല്ലുന്ന ഫാസിസ്റ്റ് രീതിയിലേക്കാണ് ഇന്ത്യ പോകുന്നത്. രാജ്യത്ത് നടക്കുന്ന പലതും അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എന്നാൽ ഇന്ത്യയിലെ ജനങ്ങളുടെ കരുത്തിന് മുന്നിൽ ജനാധിപത്യത്തെ അംഗീകരിക്കാത്ത ഒരു ഭരണകൂടത്തിന് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. കടന്നപ്പള്ളി കിഴക്കേക്കര നവകേരള വായനശാല ഗ്രന്ഥാലയം കെട്ടിടോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ തീർത്തും നിരാശാജനകമാണ്. ഓരോ പള്ളിക്കടിയിലും അമ്പലം ഉണ്ടോ എന്ന് നോക്കിപ്പോവുകയാണ് പലരും. ബാബറി മസ്ജിദ് തകർത്തതിന് പിന്നാലെ ഗ്യാൻവാപി, മധുര എന്നിവിടങ്ങളിലേക്കും ഇത് നീളുകയാണ്. രാജ്യത്തെ ജനാധിപത്യ മതനിരപേക്ഷത എന്ന അന്തസത്തയെ ഇല്ലാതാക്കുന്ന രീതിയാണിതെന്നും സ്പീക്കർ പറഞ്ഞു. ഇന്ത്യയിലെ ജനങ്ങളുടെ കരുത്തിന് മുന്നിൽ ജനാധിപത്യം അംഗീകരിക്കാത്ത ഒരു ഭരണകൂടത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. ഇപ്പൊ എന്താ നടക്കുന്നത്? കേൾക്കുന്ന വാർത്തകൾ നിരാശജനകമാണ്. ഇപ്പൊ ഓരോ പള്ളിയുടെ അടിയിൽ അമ്പലം ഉണ്ടോ നോക്കിയിട്ട് പോവാണ്. ഓരോ പള്ളിയുടെ അടിയിലും അമ്പലം നോക്കിയാൽ ആ അമ്പലം മാന്തി എന്താ കിട്ടുക? ബുദ്ധക്ഷേത്രങ്ങൾ ഉണ്ടാവും. അത് മാന്താത്തത് 991 വോർഷിപ്പ് ആക്ട് കൃത്യം പറയുന്നു 47 മുമ്പ് എങ്ങനെയാണോ ആരാധനാലയം അതുപോലെ നിൽക്കണം. 47 മുമ്പ് ബാബരി മസ്ജിദ് ആയിരുന്നെങ്കിൽ അതങ്ങനെ തന്നെ നിൽക്കണം. 47 മുമ്പ് ഗ്യാൻവാപി പള്ളിയാണെങ്കിൽ അങ്ങനെ തന്നെ നിൽക്കണം. മധുര ക്ഷേത്രമാണെങ്കിൽ അതങ്ങനെ തന്നെ നിൽക്കണം. ഇപ്പോ ബാബരി മസ്ജിദ് തകർത്തു. ചിന്ത ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം മുൻ MLA TV രാജേഷും ET ചന്തുക്കുട്ടി നമ്പ്യാർ സ്മാരക ഹാൾ PP ദാമോദരനും പുസ്തകശേഖരണം K. പത്മനാഭനും ഉദ്ഘാടനം ചെയ്തു. M. വിജിൻ MLA ചടങ്ങിൽ അധ്യക്ഷനായി. K. രഘു, ബേബി മനോഹരൻ, EV ഭാസ്കരൻ, മല്ലപ്പള്ളി നാരായണൻ, ET പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയും കുടുംബശ്രീ CDSനെതിരെയും പ്രതിഷേധവുമായി കോൺഗ്രസ്. ചെറുപുഴ പുളിങ്ങോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ സംയുക്തമായി സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ചെറുപുഴ പുളിങ്ങോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ചെറുപുഴയിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്.
തിരികെ സ്കൂളിലേക്ക് എന്ന പരിപാടിയിൽ പങ്കെടുക്കാത്ത കുടുംബശ്രീ അംഗങ്ങൾക്ക് വായ്പയും മറ്റ് ആനുകൂല്യങ്ങളും നിഷേധിക്കുന്ന ചെറുപുഴ പഞ്ചായത്ത് CDS അധികൃതർക്കെതിരെയും ഹൈമാസ് ലൈറ്റുകൾ അനുവദിച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ MPയെ അപമാനിക്കത്തക്ക വിധത്തിൽ ലൈറ്റുകൾ വേണ്ടെന്ന് വെച്ച ഭരണസമിതി നടപടിക്കെതിരെയുമാണ് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. പരിപാടി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. അവസാന പഞ്ചായത്ത് അവരുടെ നിലപാട് തിരുത്താൻ, അവരുടെ നിലപാടിൽ ന്യായമില്ല എന്ന് കണ്ട് അത് പുനഃപരിശോധിക്കാൻ തയ്യാറായി പത്രങ്ങളിൽ വാർത്തയുണ്ടായിരുന്നു. ചെറുപുഴയിലെ നിലപാട് തിരുത്താൻ അവർ തയ്യാറാകണം. ഞാനിപ്പോ മനസ്സിലാക്കുന്നു, ചെറുപുഴ പഞ്ചായത്തിന്റെ ഭരണാധികാരികൾക്ക് ഇത്തരത്തിൽ പല കാര്യങ്ങളിലും ജനഹിതത്തിന്, നിയമത്തിന്, ചട്ടങ്ങൾക്ക്, സാമാന്യ മര്യാദകൾക്ക് നിരക്കാത്ത ഒരു പ്രവർത്തന ശൈലി. ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് TP ചന്ദ്രൻ അധ്യക്ഷനായി. V കൃഷ്ണൻ മാസ്റ്റർ, KK സുരേഷ് കുമാർ, മഹേഷ് കുന്തുമ്മൽ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലാ ശുചിത്വ മിഷൻ കണ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ യൂത്ത് മീറ്റ്സ് ഹരിതകർമ്മസേന ക്യാമ്പയിൻ നടത്തി. ക്യാമ്പയിൻ കണ്ണപുരം പഞ്ചായത്ത് ഹാളിൽ മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലാ ശുചിത്വ മിഷൻ കണ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ യൂത്ത് മീറ്റ്സ് ഹരിതകർമ്മസേന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കണ്ണപുരം പഞ്ചായത്ത് ഹാളിൽ മുൻ MLA TV രാജേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ നാടാണ്, ഗോഡ്സ് ഓൺ കൺട്രി. ദൈവത്തിന്റെ നാടെന്ന് വിളിപ്പേരുള്ള ലോകത്തിലെ ഒരുപക്ഷെ ഏക സ്ഥലം, ഏക ഭൂപ്രദേശം കേരളമാണ്. അങ്ങനെ വിളിക്കാനുള്ള കാരണം കേരളത്തിന്റെ ഒട്ടേറെ പ്രത്യേകതകളാണ്. യുവജനങ്ങൾക്ക് പങ്കാളിത്തം നൽകിയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ NSS വിദ്യാർത്ഥികൾ, ഗ്രീൻ ബ്രിഗേഡിയേഴ്സ്, യുവജനങ്ങൾ തുടങ്ങിയവർ പങ്കാളികളായി. യുവജനങ്ങൾ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ടറിയുക, അവരോടൊപ്പം ഒരു ദിവസം പ്രവർത്തനത്തിൽ പങ്കാളികളായി പ്രായോഗിക പ്രശ്നങ്ങൾ കണ്ടെത്തുക എന്നിവയായിരുന്നു ക്യാമ്പിന്റെ ലക്ഷ്യം. ഹരിതകർമ്മസേനയോടൊപ്പം വാതിൽപ്പടി ശേഖരണം, തരംതിരിക്കൽ, പാഴ്വസ്തുക്കൾ കൈമാറൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ യുവജനങ്ങൾ പങ്കാളികളായി. കണ്ണപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ഗണേശൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായി. ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ സുനിൽകുമാർ, ജില്ലാ ഹരിത കേരളം കോർഡിനേറ്റർ സോമശേഖരൻ, കണ്ണപുരം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വിദ്യ, വിനീത, O മോഹനൻ, KP ശ്രീധരൻ, T ശോഭ, സുനിൽ ദത്ത്, അജയകുമാർ, സുജന തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാട്. പരവന്തട്ട ഉദയ സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച M നാരായണൻ സ്മാരക ഉത്തരമേഖലാ വോളിബോൾ ടൂർണമെന്റ് സമാപിച്ചു. ടൂർണമെന്റിൽ യങ്സ്റ്റാർ മാതമംഗലത്തെ പരാജയപ്പെടുത്തി ജോളിക്കാനായി ജേതാക്കളായി. കലാ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ സജീവമായിരുന്ന പരവന്തട്ടയിലെ M നാരായണന്റെ സ്മരണയ്ക്കായി ഉദയ സ്പോർട്സ് ക്ലബ്ബ് പരവന്തട്ട സംഘടിപ്പിച്ച ഉത്തരമേഖല വോളിബോൾ ടൂർണമെന്റ് സമാപിച്ചു. ഫൈനൽ മത്സരത്തിൽ ജോളിക്കാനായും യങ്സ്റ്റാർ മാതമംഗലവും ഏറ്റുമുട്ടി. 4 സെറ്റ് നീണ്ട മത്സരത്തിൽ ജോളിക്കാനായി ജേതാക്കളായി. ബെസ്റ്റ് അറ്റാക്കറായി ജോളിക്കാനായിയുടെ ജിഷ്ണുവിനെയും, ബെസ്റ്റ് ഓൾറൗണ്ടറായി യങ്സ്റ്റാർ മാതമംഗലത്തിന്റെ അശ്വിനെയും, ബെസ്റ്റ് സെറ്ററായി ജോളിക്കാനായിയുടെ ശ്രീജിത്തിനെയും തിരഞ്ഞെടുത്തു. T മധുസൂദനൻ MLA കളിക്കാരുമായി പരിചയപ്പെട്ടു. വോളിബോൾ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള നമ്മുടെ ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വോളിബോളിൻ്റെ കേന്ദ്രമാണ് ഈ കോറോ, പരവന്തട്ട, കാനായി തുടങ്ങിയിട്ടുള്ള മേഖലകളെല്ലാം ജില്ലയിലെയും സംസ്ഥാനത്തെയും എല്ലാ വോളി മത്സരങ്ങളിലും ഈ നാടിൻ്റെ പ്രതിഭകൾ മാറ്റിവെക്കുന്നുണ്ട്. ചടങ്ങിൽ CPM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P സന്തോഷ്, DYFI ജില്ലാ സെക്രട്ടറി സനൻ ശശി, CPM ഏരിയ കമ്മിറ്റി അംഗം P ഗംഗാധരൻ, M കരുണാകരൻ, TK മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. വിജയികൾക്ക് അഡ്വക്കേറ്റ് P സന്തോഷ് ട്രോഫികൾ സമ്മാനിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാപ്പാട്ടുകഴകം പെരുങ്കളിയാട്ടത്തിന്റെ തത്സമയ സംപ്രേഷണം ഉൾപ്പെടെ മുഴുവൻ വിശേഷങ്ങളും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും വേഗത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ തയ്യാറാക്കിയ വെബ്സൈറ്റ് പ്രകാശനം ചെയ്തു. ഡിജിറ്റൽ ആൽബത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു.
കാപ്പാട്ടുകഴകം പെരിങ്കളിയാട്ടം ITN സോഷ്യൽ മീഡിയ കമ്മിറ്റി പെരിങ്കളിയാട്ടത്തിന്റെ തത്സമയ സംപ്രേഷണം ഉൾപ്പെടെ മുഴുവൻ വിശേഷങ്ങളും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും വേഗത്തിൽ ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ തയ്യാറാക്കിയ വെബ്സൈറ്റിന്റെ പ്രകാശനമാണ് നടന്നത്. 7 തിരിയിട്ട വിളക്ക് ഡിജിറ്റലായി തെളിയിച്ച് തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വിനോദ് പൊട്ടക്കുളത്ത് വെബ്സൈറ്റിന്റെ പ്രകാശനം നിർവഹിച്ചു. ITN സോഷ്യൽ മീഡിയ കമ്മിറ്റി ചെയർമാൻ ഷാജി മാസ്റ്റർ അധ്യക്ഷനായി. പെരിങ്കളിയാട്ടത്തിന്റെ നാളിതുവരെയുള്ള ചടങ്ങുകൾ ഉൾപ്പെടുത്തി ഫോട്ടോഗ്രാഫർ സ്മിജിത്ത് കണ്ടോത്ത് തയ്യാറാക്കിയ ഡിജിറ്റൽ ആൽബത്തിന്റെ പ്രകാശനവും നടന്നു. സംഘം നാരായണിൽ നിന്ന് കഴകം പ്രസിഡന്റ് രാമചന്ദ്രൻ പണിക്കർ ആൽബത്തിന്റെ പ്രിന്റ് കോപ്പി ഏറ്റുവാങ്ങി. വെബ്സൈറ്റ് യാഥാർത്ഥ്യമാക്കിയ കിവി സോഫ്റ്റ് ആൻഡ് സ്ഥാപനത്തിന്റെ പ്രതിനിധി MM പവിത്രൻ, ഡിജിറ്റൽ ആൽബം തയ്യാറാക്കിയ സ്മിജിത്ത് കണ്ടോത്ത് എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. ITN സോഷ്യൽ മീഡിയ കമ്മിറ്റി കൺവീനർ CT രവി ഉപഹാര സമർപ്പണം നടത്തി. ചലച്ചിത്ര താരം അഖില ഭാർഗവൻ, TV സുധാകരൻ, ഉണ്ണി കല്ലത്ത്, K പ്രവീൺകുമാർ, KA ധനേഷ്, T സനീഷ്, K വിഷ്ണുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ കാപ്പാട്ടുകഴകം പെരിങ്കളിയാട്ടത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ ഭക്തിഗാന CD പ്രകാശനം ചെയ്തു. സിനിമാ താരം കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ പ്രകാശനം നിർവഹിച്ചു. പയ്യന്നൂർ ശ്രീ കാപ്പാട്ടുകഴകം ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ചാണ് കഴകം പ്രവാസി കൂട്ടായ്മയുടെ ബാനറിൽ ഹൃദയാംബികെ എന്ന പേരിൽ ഭക്തിഗാന CD ഒരുക്കിയത്. ഗോപി പുതിയ പറമ്പത്തും മധു മാട്ടുമല നിർമ്മിച്ച ഭക്തിഗാന CDയുടെ പ്രകാശനം ക്ഷേത്ര പരിസരത്ത് നടന്നു. പ്രശസ്ത സിനിമാ നടൻ PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ പ്രകാശന കർമ്മം നിർവഹിച്ചു. പ്രവാസികളെ കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ പ്രയാസപ്പെട്ട് വിദേശത്ത് പോവുകയും അവരവിടെ സുഖം അനുഭവിച്ചിട്ടല്ല. വിദേശത്ത് പോയ ഒരാളും അവിടെ പരമസുഖമാണ് എന്ന് ചിലപ്പോൾ ഇല്ലേ, ദുബായി പോവുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അല്ലേ. പക്ഷെ ദുബായി പോയി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പ്രവാസികളായിട്ടുള്ള നമ്മുടെ സഹോദരന്മാർ ഈ രീതിയിലുള്ള വലിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. എന്നാൽ പോലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും അവരുടേതായ സംഭാവന നൽകാൻ പ്രവാസി കൂട്ടായ്മകൾക്ക് കഴിയാറില്ല. നടപ്പന്തൽ നിർമ്മാണത്തിനും ഭക്തിഗാനങ്ങളുടെയും പിന്നണിയിൽ പ്രവർത്തിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. ഇരിയല്ലത്ത് രാജൻ അധ്യക്ഷനായി. ചടങ്ങിൽ കഴകം പ്രവാസി കൂട്ടായ്മ സെക്രട്ടറി ഗോപി പുതിയ പറമ്പത്ത്, ജോയിന്റ് സെക്രട്ടറി മധു മാട്ടുമൽ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചുമട്ടുതൊഴിലാളി യൂണിയൻ പെരുമ്പ ബീപ്പോളിൽ നിന്നും വിരമിക്കുന്ന തൊഴിലാളികൾക്ക് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് ചടങ്ങ് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചുമട്ടുതൊഴിലാളി യൂണിയൻ പെരുമ്പ ബീപ്പോളിൽ നിന്നും വിരമിക്കുന്ന C രമേശൻ, NP ചന്ദ്രൻ എന്നിവർക്കാണ് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് ഒരുക്കിയത്. പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങ് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആരാണ് തൊഴിലാളി എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ. ഈ നഗരത്തിൽ, കേരളത്തിന്റെ സർവ്വ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒരാൾക്കും ചെയ്യാൻ പറ്റാത്ത സാഹസികമായ ജോലി ചെയ്യുന്നവരാണ് ചുമടെടുക്കുന്നത്. തൊഴിലാളി ആരെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഈ ലോകം മൊത്തം ബന്ധിപ്പിക്കുന്ന പാലം കെട്ടിയത് തൊഴിലാളിയാണ്. ലോകത്തെ മൊത്തം ആ പാലത്തിലേക്ക് കയറുന്ന റോഡുണ്ടാക്കിയത് തൊഴിലാളിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പാർക്കുന്ന കെട്ടിടമുണ്ടാക്കിയത്, അവരുടെ ഓഫീസുകൾ കെട്ടിയത് ഇവിടുത്തെ തൊഴിലാളിയാണ്. നഗരസഭാ വൈസ് ചെയർമാനും CITU ജില്ലാ സെക്രട്ടറിയുമായ PV കുഞ്ഞപ്പൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ചടങ്ങിൽ KV മോഹനൻ അധ്യക്ഷനായി. N സുധീർ, K മോഹനൻ, UV രാമചന്ദ്രൻ, KP മോഹനൻ, TT രാജൻ, M അശോകൻ, VE രാജേഷ്, NB വിജയൻ, P വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ 2022 വർഷത്തെ ഫോക്ലോർ അക്കാദമിയുടെ പൂരക്കളി കലാകാരനുള്ള അവാർഡ് നേടിയ N അജയനെ ഉപഹാരം നൽകി അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പട്ടേരിച്ചാൽ ഗ്രാമം ഉണരുന്നത് കാർഷിക കൂട്ടായ്മയിലാണ്. 60-ലധികം പേർ ചേർന്ന് 6 ഏക്കർ സ്ഥലത്ത് ആരംഭിച്ച പച്ചക്കറി കൃഷി രാവിലെയും വൈകുന്നേരവും പ്രദേശവാസികളുടെ ഒത്തുചേരലുകൾ ആവുകയാണ്. കൂട്ടായ്മയിലൂടെ ആരംഭിച്ച കൃഷി പട്ടേരിച്ചാൽ ഗ്രാമത്തിൻ്റെ ഉത്സവമായിരിക്കുകയാണ്. 1 ഏക്കറയോളം സ്ഥലത്താണ് കർഷകർ ചേർന്ന് ചീരകൃഷി നടത്തിയത്. M വിജിൻ MLAയുടെ നിർദ്ദേശമനുസരിച്ച് ആരംഭിച്ച പട്ടേരിച്ചാൽ ചീരയ്ക്ക് ഇന്ന് ആവശ്യക്കാർ ഏറെയുണ്ട്. വിളവെടുക്കുമ്പോൾ കൃഷിസ്ഥലത്ത് നിന്ന് തന്നെ വിഷരഹിത പച്ചക്കറികൾ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. കർഷകരുടെ കൂട്ടായ്മയിൽ ഒരുക്കിയ ചീരകൃഷിയുടെ വിളവെടുപ്പ്
എം വിജിൻ MLA കർഷക സംഘം ഏരിയ സെക്രട്ടറി MV രാജീവിന് കൈമാറി ഉദ്ഘാടനം ചെയ്തു. കതിരണിയും കല്യാശ്ശേരി പോലുള്ള പ്രൊജക്റ്റുകൾ കല്യാശ്ശേരി മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ കൃഷിയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇതിനെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഇതിൻ്റെ മാർക്കറ്റിംഗ് സൈഡ് വളരെ പ്രധാനമായും കണ്ടുകൊണ്ടുകൂടി നമുക്ക് കാർഷിക രംഗത്തെ ശക്തിപ്പെടുത്തണം. അതിലൊരു മാതൃക കൂടിയാണ് പട്ടേരിച്ചാൽ ഈ കർഷക കൂട്ടായ്മ, ഈ പട്ടേരിച്ചാൽ ഈ ചീരി ഉൾപ്പെടെയുള്ള പച്ചക്കറി ഉൽപ്പന്നങ്ങൾ. U ഭരതൻ, K ശശിധരൻ, P രമേശൻ എന്നിവർ സംസാരിച്ചു. 60-ലധികം കർഷകരാണ് 6 ഏക്കർ സ്ഥലത്ത് പച്ചക്കറി കൃഷി ഒരുക്കിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പട്ടാനൂർ പാച്ചമംഗലത്തിലത്ത് PM സരസ്വതിയുടെ കവിതാ സമാഹാരം സാരസ്വതം പ്രകാശനം പുറച്ചേരി കേശവതീരത്ത് നടന്നു. സാഹിത്യകാരൻ രമേശൻ ബ്ലാത്തൂർ പ്രകാശനം നിർവഹിച്ചു. പട്ടാനൂർ പാച്ചമംഗലത്തില്ലത്ത് PM സരസ്വതിയുടെ കവിതാ സമാഹാരം സാരസ്വതം പ്രകാശനം പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ നടന്നു. പ്രമുഖ സാഹിത്യകാരൻ രമേശൻ ബ്ലാത്തൂർ പ്രകാശന കർമ്മം നിർവഹിച്ചു. കേശവതീരം MD വെതിലമന്ന വിഷ്ണു നമ്പൂതിരി പുസ്തകം ഏറ്റുവാങ്ങി. ഒരു കഥയും അതിൽ എഴുത്തുകാരിയായ ഒരു വൃദ്ധ തൻ്റെ ചെറുപ്പത്തിലെ ഓർമ്മകൾ ആ വീട്ടിലേക്ക് പുതുതായി വന്ന പെൺകുട്ടിയോട് പങ്കുവെക്കുന്നത്. പെൺകുട്ടിക്ക് തീർത്തും താല്പര്യമില്ല വൃദ്ധയുടെ വാക്കുകൾ കേൾക്കാൻ. ഒന്ന് പ്രായമായ ആൾ, പുതിയ പെൺകുട്ടിയാണ്. ഇയാൾ എന്താണ് പറയുന്നത് എന്നുള്ള മട്ടിലിങ്ങനെ അശ്രദ്ധമായി കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കവിയും സംഗീതജ്ഞനുമായ ഡോക്ടർ AS പ്രശാന്ത് കൃഷ്ണൻ പുസ്തകം പരിചയപ്പെടുത്തി. R ഉണ്ണിമാധവൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ കവി രാമകൃഷ്ണൻ കണ്ണോം അധ്യക്ഷനായി. ബാലകൃഷ്ണൻ കാരമേൽ, ബഷീർ പെരുവളത്തുപറമ്പ്, PM വാസുദേവൻ നമ്പൂതിരി, അഡ്വക്കേറ്റ് S ഗൗരി അന്തർജനം, ദേവരാജൻ പട്ടാനൂർ, VM രാധാകൃഷ്ണൻ, നീർങ്ങോട്ടില്ലത്ത് നാരായണൻ നമ്പൂതിരി, ശോഭാ തമ്പുരാട്ടി, V ലത തുടങ്ങിയവർ സംസാരിച്ചു. PM സരസ്വതി മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് സംഗീത വിരുന്നും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ KSSPU കല്യാശ്ശേരി ബ്ലോക്ക് 32ാം വാർഷികം നെരുവമ്പ്രത്ത് നടന്നു. ആരോഗ്യവകുപ്പ് മന്ത്രി PK ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ KSSPU കല്യാശ്ശേരി ബ്ലോക്ക് 32ാം വാർഷിക സമ്മേളനം നെരുവമ്പ്രത്ത് ആരോഗ്യവകുപ്പ് മുൻ മന്ത്രി PK ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് റിട്ടയർ ചെയ്തിട്ടുള്ളവരുടെ എല്ലാം ഒരൊറ്റക്കല്ലിൽ കൊത്തിവെച്ചതുപോലെ ഒരു പ്രസ്ഥാനമായി KSSPU മാറി. പക്ഷേ എന്തുകൊണ്ടോ വിദ്യാഭ്യാസമുണ്ട്, അല്പം സാമ്പത്തികമായിട്ടുള്ള വരുമാനമുണ്ട്. ഇതൊക്കെ ആണെങ്കിൽ തന്നെയും തൊട്ട തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ തൊട്ട കർണാടകയിലോ മഹാരാഷ്ട്രയിലോ മധ്യപ്രദേശിലോ ഒന്നും നമുക്ക് ഈ ഒരു കരുത്ത് കാണുന്നില്ല. റിട്ടയർ ചെയ്തിട്ടുള്ളവരുടെ ഒരു ആർജവത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല. ഇവിടെയാണെങ്കിലോ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. നെരുവമ്പ്രത്ത് PK നാരായണൻ മാസ്റ്റർ നഗറിൽ നടന്ന സമ്മേളനത്തിൽ യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് M സരോജിനി അധ്യക്ഷയായി. സ്വാഗത സംഘം ചെയർമാനും ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ P ഗോവിന്ദൻ, ജില്ലാ സെക്രട്ടറി E മുകുന്ദൻ, ബ്ലോക്ക് സെക്രട്ടറി M ലക്ഷ്മണൻ, K ദാമോദരൻ, A നാരായണൻ, TV വനജാക്ഷി, VV ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് നമ്പർ 10 സ്നേഹഭവനം നിർമ്മിച്ചു നൽകുന്നു. വീടിന്റെ കട്ടിളവെപ്പ് കല്യാശ്ശേരി MLA M വിജയൻ നിർവഹിച്ചു. പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് നമ്പർ 10 നേതൃത്വത്തിലാണ് സ്നേഹഭവനം നിർമ്മിച്ചു നൽകുന്നത്. വീടിന്റെ കട്ടിലവെപ്പ് കർമ്മം M വിജിൻ MLA നിർവഹിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡിൽ നടന്ന പരിപാടിയിൽ വാർഡ് മെമ്പർ C ബാലകൃഷ്ണൻ, പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ TV സുരേഖ, ശലഭചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ചിറ്റിരപ്പള്ളി ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ 4 ലക്ഷം രൂപയുടെ ധനസഹായത്തോടെയാണ് 450 സ്ക്വയർ ഫീറ്റിൽ വീട് നിർമ്മിച്ചു നൽകുന്നത്. വീട് നിർമ്മാണത്തിന് ആവശ്യമായി വരുന്ന ബാക്കി തുക ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് നിർമ്മാണ കമ്മിറ്റി മുഖേന സ്വരൂപിച്ചാണ് നിർമ്മിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗനവാടി കലോത്സവം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ഗോപാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അംഗനവാടി കലോത്സവം സംഘടിപ്പിച്ചത്. ശിശുമന്ദിരമടക്കം 22 അംഗനവാടികളിലെ കുട്ടികളാണ് കലോത്സവത്തിൽ പങ്കാളികളായത്.
എ.വി. സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. അവിടെ എന്നതുപോലെ അവർക്ക് സ്വയം പഠിക്കാൻ, സ്വയം പാടാൻ, സ്വയം പാടാൻ അവരുടെ കഴിവിനെ ആ നിലയിൽ തന്നെ. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ബാലകൃഷ്ണൻ അധ്യക്ഷനായി. എ ഷീജ, ടി വി നാരായണൻ മാസ്റ്റർ, വി കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, വി തമ്പാൻ, ശ്രീവിദ്യ എന്നിവർ സംസാരിച്ചു. ICD സൂപ്പർവൈസർ PP ജയശ്രീ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ചെറുപുഴ അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രാപ്പോയിൽ ശാഖയുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കും. രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചെറുപുഴ അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രാപ്പോയിൽ ശാഖയുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ TI മധുസൂദനൻ MLA അധ്യക്ഷനാകും. മുൻ MLA C കൃഷ്ണൻ ആദ്യ നിക്ഷേപം സ്വീകരിക്കും. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ E രാജേന്ദ്രൻ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കർമ്മവും ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് C സത്യപാലൻ സ്ട്രോങ് റൂം ഉദ്ഘാടനവും നിർവഹിക്കും. P ശശിധരൻ വായ്പാ വിതരണവും നടത്തും. ഉദ്ഘാടനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. പ്രസിഡന്റ് KV വിജയൻ, സെക്രട്ടറി KS ജീവൻ, വൈസ് പ്രസിഡന്റ് KV ഗോപിനാഥൻ, C പത്മനാഭൻ, PR സുലോചന എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU പാണപ്പുഴ ഡിവിഷൻ കുടുംബസംഗമം പറവൂർ AKG മന്ദിരത്തിൽ നടന്നു. CITU കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം K പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU പാണപ്പുഴ ഡിവിഷൻ കുടുംബസംഗമം പറവൂർ AKG മന്ദിരത്തിൽ നടന്നു. CITU കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം K പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ മാറ്റി ഏകീകൃത സിവിൽ കോഡ് ഉണ്ടാകണം എന്നാണ് കേൾക്കുന്നത്. നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും ഇനി ഒരുപോലെ ജീവിക്കാൻ വേണ്ടി പറ്റില്ല എന്ന നിലയിലുള്ള ചർച്ചകൾ കേൾക്കുന്നു. വലിയ ആശങ്കയുണ്ടാവും. നമ്മുടെ രാജ്യം സ്വതന്ത്രമായപ്പോൾ പാകിസ്ഥാൻ മുസ്ലിം രാഷ്ട്രമായി മാറണം എന്ന് ആഗ്രഹിച്ചു പോയി. C ഷിബു അധ്യക്ഷനായി. IV ശിവരാമൻ, TV സുരേന്ദ്രൻ, PP ഷൈജു എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനങ്ങളുടെ കരുത്തിനു മുന്നിൽ ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിനും നിലനിൽപ്പുണ്ടാവില്ലെന്ന് സ്പീക്കർ AN ഷംസീർ. ജനാധിപത്യത്തെ അംഗീകരിക്കാത്ത ഭരണകൂടത്തിന് ഇന്ത്യൻ ജനങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും AN ഷംസീർ. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയും കുടുംബശ്രീ CDSനെതിരെയും പ്രതിഷേധവുമായി ചെറുപുഴ പുളിങ്ങോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ. പ്രതിഷേധ സദസ്സ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലാ ശുചിത്വ മിഷൻ കണ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ യൂത്ത് മേറ്റ്സ് ഹരിതകർമ്മസേന ക്യാമ്പയിൻ മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പരവന്തട്ട ഉദയ സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച M നാരായണൻ സ്മാരക ഉത്തരമേഖല വോളിബോൾ ടൂർണമെന്റ് സമാപിച്ചു. ടൂർണമെന്റിൽ യങ് സ്റ്റാർ മാതമംഗലത്തെ പരാജയപ്പെടുത്തി ജോളിക്കാനായി ജേതാക്കളായി. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.